ഒരു പ്രണയം വിജയിക്കുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മൊത്തത്തിൽ നോക്കുമ്പോൾ പുറമേ ഉള്ള കാട്ടിക്കൂട്ടലുകൾ ആണ് പ്രണയമായി മാറുന്നത്. എന്നാൽ ഉള്ളിൽ എന്താണെന്ന് ആരും അറിയുന്നില്ല. രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നു, അവരുടെയുള്ള പുറമേയുള്ള കാട്ടിക്കൂട്ടലുകൾ, അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ പല പല രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ അവർ രണ്ടുപേരും തമ്മിൽ ചെയ്യുന്നു. ഈ ആക്ടിവിറ്റീസ് ആണ് പ്രണയമായി വിലയിരുത്തപ്പെടുന്നത്. രണ്ടു കൂട്ടരും അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങോട്ടേക്ക് എങ്ങനെ പെരുമാറുന്നു, ഇങ്ങോട്ടേക്ക് എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ നോക്കിയാണ് ഒരു പ്രണയത്തെ വിലയിരുത്തുന്നത്. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് അതല്ല. നീണ്ടു നിൽക്കുന്ന ആ പ്രണയം, അല്ലെങ്കിൽ സത്യമായ പ്രണയം, അതെങ്ങനെയാണ് അളക്കാൻ കഴിയുക? ഇരു കൂട്ടരുടെയും ഉള്ളിലെ അവസ്ഥകൾ വെച്ചാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രണയിക്കുകയാണോ, അല്ലെങ്കിൽ തമാശക്കളിയാണോ, കുറച്ചുനാൾ കൊണ്ടു നടന്ന് ഉപേക്ഷിക്കാനാണോ, എന്താണ് അവരുടെ രീതി എന്ന് ഇരു കൂട്ടരുടെയും ഉള്ളറിയുമ്പോഴാണ് അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രണയത്തിൻ്റെ അവസ്ഥകൾ, സ്നേഹത്തിൻ്റെ അവസ്ഥകൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വിജയവും പരാജയവും ഇരിക്കുന്നത്. അല്ലാണ്ട് പുറമേയുള്ള കാട്ടിക്കൂട്ടലുകൾ വെച്ച് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന്. ചിലരുടെ ലക്ഷ്യം കൊണ്ടു നടന്ന് എൻജോയ് ചെയ്ത് ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതായിരിക്കും. ചിലരുടെ ലക്ഷ്യം വെറും ടൈം പാസ് മാത്രം, പിന്നെ ഉപേക്ഷിച്ച് കളയുക. ചിലരുടെ ലക്ഷ്യം കാര്യങ്ങൾ നടത്തി തള്ളിക്കളയുക. പ്രണയം എന്ന് പറയുമ്പോൾ, ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയും ഇവിടെയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കാണുന്ന ഒന്നും യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥകളല്ല. പലരും പ്രണയിക്കുന്ന പലതും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ തകർന്നു പോവും. അവർ വെറും വിഡ്ഢികളായിത്തീരും. അവരെ ഉപയോഗിച്ച് മറ്റുള്ളവർ സ്ഥലം വിടും. ഇതാണ് ഇന്നിവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അവസാനം നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഗതി വന്നല്ലോ എന്ന്. അത് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഉറപ്പുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഉറപ്പുള്ളതാണോ എന്നറിയാൻ ഒരാളുടെ ഹൃദയം പഠിച്ചാൽ മതി. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയം പഠിക്കാൻ ആദ്യം നിങ്ങൾ സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ തീർച്ചയായും പഠിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റേ ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾ ആദ്യം പഠിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രണയം ഉറപ്പുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ ഹൃദയം പഠിച്ചാൽ മതി. ഹൃദയത്തിൽ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ നിങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ വിശ്വസ്തതയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തി പറയുന്നത് ചെയ്യുന്നുണ്ടോ, നിങ്ങളോട് വിശ്വസ്തമായാണ് പെരുമാറുന്നത്, ഇതൊക്കെ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹം, പ്രണയം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴേക്കും ചാടി അങ്ങ് വീഴുകയാണെങ്കിൽ അത് മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന തേങ്ങ പോലെ എല്ലാം തകർന്ന് നഷ്ടമായി കരപറ്റാതെയായിത്തീരും, എങ്ങോ എത്തിച്ചേരും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ആരെയും പഠിക്കാതെ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിക്കരുത്. അത് ദുഃഖം ഫലമായി തീരുന്നതാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ അതിവേഗം അടുക്കുകയും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും വേഗത കൂടുതലുമാണെങ്കിൽ അത് തകർന്നിരിക്കും, ഉറപ്പാണ്. അതിവേഗം അടുത്തതിന് ശേഷം നിങ്ങളോട് വളരെ വേഗത്തിൽ പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ കൊണ്ടുപോവുക, ഇവിടെ കൊണ്ടുപോവുക, അങ്ങോട്ട് ക്ഷണിക്കുക, ഇങ്ങോട്ട് വിളിക്കുക, അങ്ങനെ ആ രീതിയിൽ വളരെ വേഗത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഒരു വ്യക്തി നടത്തുന്നതെങ്കിൽ ആ പ്രണയം തകർന്നിരിക്കും. കാരണം അദ്ദേഹത്തിന് യഥാർത്ഥ സ്നേഹമല്ല നിങ്ങളെ കൊണ്ടു നടക്കുക, എൻജോയ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ വേഗത്തിൽ പ്രണയിക്കുകയും വേഗത്തിൽ അവരുടെ ആക്ടിവിറ്റീസുകൾ, അതായത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ വിശ്വസിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കരുതൽ കൂടി തരുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയുള്ള സ്നേഹമാണ്. ആ പ്രണയം വിജയിക്കുന്നതാണ്. അതിൽ തന്നെ വേദന തരാതിരുന്നാൽ അത് നല്ല ലക്ഷണമാണ്. അവർ ശരീരം ലക്ഷ്യം വെക്കാതെ, ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ശരീരം ലക്ഷ്യം വെക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ കൂടെ കരുതൽ കൂടി തരികയാണെങ്കിൽ അത് നല്ല ഒരു ലക്ഷണമായി എടുക്കാം, വിജയിക്കുന്ന ഒരു പ്രണയമായി എടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, എന്നാൽ ദുഃഖം ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.